അങ്ങനെ കൊടുങ്കാട്ടിൽ 4 ദിവസം കുടുങ്ങിയ ശരണ്യ ഒടുവിൽ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. പുലർച്ചെ 1 മണിയോടെയാണ് നാദാപുരത്തെ വീട്ടിൽ ശരണ്യ എത്തിയത്. ട്രെക്കിംഗ് തുടരുമെന്നായിരുന്നു വീട്ടിലെത്തിയ ശരണ്യയുടെ പ്രതികരണം. മകളുടെ ഇഷ്ടം തടയില്ലെന്ന് ശരണ്യയുടെ മാതാപിതാക്കളും പ്രതികരിച്ചു. കർണാടക കുടകിലെ വനത്തിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ ശരണ്യയെ കണ്ടെത്തിയത് കൊച്ചിയിലെ IT മേഖലയ്ക്കും സത്യത്തിൽ ആശ്വാസമായെന്ന് പറയേണ്ടി വരും. കാരണം ഇടപ്പള്ളിയിലെ IT കമ്പനിയിലെ ജീവനക്കാരിയായ ശരണ്യയെ കാണാതായത് മുതൽ കൊച്ചിയിലെ ടെക്കുകളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള വലിയ ചർച്ചാ വിഷയവും ഇതുതന്നെയായിരുന്നു. IT സ്ഥാപനത്തിലെ സഹപ്രവർത്തകരിൽ ചിലർ ശരണ്യയെ കാണാതായ വനമേഖലയിലേക്ക് തിരച്ചിലിനായി പോവുകയും ചെയ്തു. രക്ഷാദൗത്യത്തിനൊടുവിൽ പൂർണ്ണ സുരക്ഷിതയായ മകൾ ശരണ്യ അമ്മ ഇവിടെ പ്രശ്നമൊന്നുമില്ല, എല്ലാം സെറ്റാണെന്ന് ഫോണിൽ പറഞ്ഞെങ്കിലും അമ്മ ശൈലജയ്ക്ക് ഇന്നലെ കരച്ചിലടക്കാനായില്ല. കുടകിലെ മടിക്കേരിയിൽ ട്രെക്കിങ്ങിന് പോയി വ്യാഴാഴ്ച മുതൽ കാണാതായ ഇയ്യങ്കോട്ടെ വടക്കയിൽ ഗോപിയുടെയും ശൈലജയുടെയും മകൾ ശരണ്യ ഇന്നലെ രാത്രിയാണ് അമ്മയോടും അച്ഛനോടും ഫോണിൽ സംസാരിച്ചത്. ഇന്നലെ വൈകിട്ടാണ് വനത്തിൽ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന നിലയിൽ ശരണ്യയെ തിരച്ചിൽ സംഘം കണ്ടെത്തിയത്. ഇന്നലെ രാത്രി ശരണ്യയുടെ വീട്ടിലെത്തിയ കർണാടക MP ശ്രേയാംസ് M പട്ടേലാണ് കർണാടകയിലെ പോലീസ് മേധാവിയെ ബന്ധപ്പെടുകയും ഫോൺ ശരണ്യയ്ക്ക് നൽകാൻ ആവശ്യപ്പെട്ടതും. MP ഫോണിൽ നിന്ന് മാതാപിതാക്കളുമായി ശരണ്യ ഏറെ നേരം സംസാരിച്ചു. നാദാപുരത്തെ UDF സ്ഥാനാർത്ഥി KM അഭിജിത്തിനൊപ്പമാണ് ശ്രേയസ് M പട്ടേൽ ശരണ്യയുടെ വീട്ടിലെത്തിയത്. വൈകിട്ട് ശരണ്യയെ കണ്ടെത്തിയെന്നറിഞ്ഞതു മുതൽ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരുമെല്ലാം ഈ വീട്ടിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. ഗോപിയെയും ശൈലജയെയും കണ്ട് അവരെല്ലാം ആശ്വാസവും സന്തോഷവും പങ്കിട്ടെങ്കിലും ശരണ്യയുടെ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. തിരച്ചിലിന് പോയ ശരണ്യയുടെ സഹോദരൻ ശ്യാം, അമ്മാവൻ ഹരിദാസ് എന്നിവരാണ് ശരണ്യയെ കിട്ടിയെന്ന വിവരം വീട്ടിൽ അറിയിച്ചത്. ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ദിവസങ്ങളോളം പിടിച്ചു നിൽക്കാൻ മകൾക്ക് കഴിയുമെന്ന ഉറച്ച വിശ്വാസം അമ്മ ശൈലജയ്ക്കുണ്ടായിരുന്നു. റമസാൻ വ്രതം പതിവായി അനുഷ്ഠിക്കാറുള്ള ശരണ്യയ്ക്ക് യാത്രയായിരുന്നു എന്നും ഇഷ്ടം. പല പ്രദേശങ്ങളിലും സാഹസിക യാത്രയ്ക്ക് പോയി സുരക്ഷിതയായി തിരിച്ചെത്താറുള്ളത് കൊണ്ട് തന്നെ ഇത്തവണയും അപകടമൊന്നും സംഭവിക്കില്ലെന്ന് ഉറപ്പുണ്ടായിരുന്നു അമ്മയ്ക്ക്. എന്നാൽ താലൂക്ക് കാർഷിക വികസന ബാങ്കിൽ നിന്ന് വിരമിച്ച അച്ഛൻ ഗോപിക്ക് ആശങ്കയുടെ രാപ്പകലുകളായിരുന്നു കഴിഞ്ഞത്. സുഹൃത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു, എന്നാൽ ഫോൺ ഓഫായി പോയി. ഒരു കുപ്പി വെള്ളം മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിലാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രോണിന് ദൃശ്യമാകുന്ന സ്ഥലത്താണ് നിന്നിരുന്നതെന്നാണ് ദൗത്യ സംഘത്തോടും മാധ്യമങ്ങളോടും ശരണ്യ പറഞ്ഞത്. 4 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് കേരളം കാത്തിരുന്ന ആ ആശ്വാസ വാർത്ത എത്തിയതും. 6 തിരിഞ്ഞാണ് രക്ഷാസംഘം ശരണ്യയ്ക്കായി തിരച്ചിൽ നടത്തിയത്. പ്രദേശവാസികളാണ് ശരണ്യ ആദ്യം കണ്ടെത്തിയത്. ശബ്ദം കേട്ടിട്ടാണ് ആ പ്രദേശത്തേക്ക് പോയി നോക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശരണ്യയെ കണ്ടെത്താനായി കർണാടക സർക്കാർ 100 അംഗ പ്രത്യേക സംഘത്തെയാണ് തിരച്ചിലിനായി നിയോഗിച്ചത്. രക്ഷാദൗത്യത്തിൽ കേരള കർണാടക സർക്കാരുകൾ സംയുക്തമായാണ് ഇടപെട്ടത്. കാരണം ശരണ്യ കേരളത്തിൻ്റെ ഒരു മകൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു പെൺകുട്ടിയാണെങ്കിലും ഈ സംഭവം നടന്നത് കർണാടക സർക്കാരിന് കീഴിൽ വരുന്ന സ്ഥലത്തായതിനാൽ സ്വാഭാവികമായിട്ടും 2 സർക്കാരുകളും ഒന്നിച്ചുള്ള ഒരു സംയുക്തമായ ഓപ്പറേഷനാണ് ഇത്തരം കാര്യങ്ങൾ നടത്തുന്നുള്ളത്. അതാണ് ഇവിടെ നടന്നതും. എന്തായാലും കേരള മുഖ്യമന്ത്രി നേരിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ സംസാരിക്കുകയും ദൗത്യം ഊർജിതമാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കൂടാതെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രിയുമായും വനം മന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും നിരന്തരം ബന്ധപ്പെട്ട് തിരച്ചിലിനുള്ള നേതൃത്വം നൽകി. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 1748 മീറ്റർ ഉയരത്തിലുള്ളതും വന്യമൃഗ ശല്യമുള്ളതുമായ ദുർഘട വനമേഖലയായിരുന്നു ഈ ശരണ്യ കുടുങ്ങിയ ഈ പ്രദേശം. വഴിതെറ്റിയ ഉടനെ ശരണ്യ താൻ താമസിച്ചിരുന്ന ഹോം സ്റ്റേയിലേക്ക് ഒരു സന്ദേശം അയച്ചിരുന്നു. ഇത് കേന്ദ്രീകരിച്ചാണ് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയത്. ഓൺലൈനായി ബുക്ക് ചെയ്ത് ഏപ്രിൽ 1 ട്രെക്കിങ്ങിനെത്തിയ ശരണ്യ ട്രെക്കിങ്ങിന് പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും കാട്ടാന ശല്യമുള്ളതിനാൽ ഒറ്റയ്ക്ക് കടത്തിവിടാനാകില്ലെന്ന് വനം വകുപ്പ് ജീവനക്കാർ അറിയിച്ചു. തുടർന്ന് ട്രെക്കിംഗ് തുടങ്ങിയിടത്തു നിന്ന് 500 മീറ്റർ അകലെ യാവകപ്പാടിയിലെ ഹോം സ്റ്റേയിൽ ശരണ്യ മുറിയെടുത്തു. തുടർന്ന് ട്രെക്കിങ്ങിനെത്തിയ 10 അംഗ സംഘത്തോടൊപ്പം വ്യാഴാഴ്ച രാവിലെ വനത്തിലേക്ക് പോയി. ട്രെക്കിംഗ് സംഘത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ശരണ്യയ്ക്ക് മുൻപരിചയമില്ല. അതുകൊണ്ട് സംഘത്തിൽ നിന്ന് അല്പം പിന്നാലെയായിരുന്നു ശരണ്യ സഞ്ചരിച്ചതെന്നാണ് ഇവർ പോലീസിന് നൽകിയ വിവരം. 2 മണിക്കൂർ കൊണ്ട് തിരിച്ചിറങ്ങാമെന്ന പ്രതീക്ഷയിൽ കയറിയ ശരണ്യയ്ക്ക് പക്ഷേ കോടമഞ്ഞാണ് വില്ലനായത്. കൈവശം ഭക്ഷണമോ പവർ ബാങ്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുപ്പി വെള്ളം മാത്രമായിരുന്നു ഏക ആശ്രയം. ആനയുടെയും പുള്ളിപ്പുലിയുടെയും സാന്നിധ്യമുള്ള വനത്തിൽ ഒരു പാറപ്പുറത്താണ് ശരണ്യ കഴിഞ്ഞത്. ഫോൺ ഓഫ് ആകുന്നതിന് മുൻപ്, അതിന് തൊട്ടു മുൻപ് സുഹൃത്തിനെ വിളിച്ച് വനം വകുപ്പിന്റെ ആരണ്യ സൈറ്റിൽ വിവരം അറിയിക്കാൻ ശരണ്യ പറഞ്ഞതും ആ സമയോചിതമായ ഇടപെടലുമെല്ലാം ശരണ്യയ്ക്ക് തന്നെ തുണയായെന്ന് പറയേണ്ടി വരും. 3-ാം ദിവസം പെയ്ത കനത്ത മഴയിൽ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് തണുത്തുവിറച്ച രാത്രിയായിരുന്നു ഏറ്റവും കഠിനമെന്നും ശരണ്യ പറയുന്നു. 4-ാം ദിവസം കാലാവസ്ഥ മെച്ചപ്പെടാത്തതിനെ തുടർന്ന് ഇനിയും കാത്തിരിക്കുന്നത് അപകടമാണെന്ന് കണ്ട് സ്വയം വഴി കണ്ടെത്താൻ തീരുമാനിക്കുകയായിരുന്നു. ശരണ്യയുടെ നിർത്താതെയുള്ള കൂക്കിവിളിയാണ് ഒടുവിൽ തിരച്ചിൽ സംഘത്തെ അവരിലേക്ക് എത്തിച്ചത്. വഴിതെറ്റി എന്നറിയിച്ചുള്ള ശരണ്യയുടെ സന്ദേശം ഉച്ചയ്ക്ക് 2 മണിയോടെ ലഭിച്ചതായാണ് ഹോം സ്റ്റേ അധികൃതർ പോലീസിനെ അറിയിച്ചത്. ഉടൻ കർണാടക വനം വകുപ്പും പോലീസുമെല്ലാം തിരച്ചിൽ തുടങ്ങിയെങ്കിലും പ്രയോജനമുണ്ടായില്ല. ശരണ്യയ്ക്കൊപ്പം പോയ മറ്റ് ട്രെക്കിംഗ് സംഘാംഗങ്ങൾ വൈകിട്ടോടെ മടങ്ങിയെത്തുകയും ചെയ്തു. എന്തായാലും സാഹസികത അഭിനന്ദനാർഹമാണ്, അതുപോലെ തന്നെ ജീവിതം ആസ്വദിക്കാനുമുള്ളതാണ്. പക്ഷേ മുൻപും ട്രെക്കിംഗ് പരിചയം ഉണ്ടായിരുന്ന ഒരു യുവതിയാണ് ഇത്തരത്തിൽ
കൊടുങ്കാട്ടിൽ ഒറ്റപ്പെട്ടു പോയത്. എന്തായാലും കുടകിലെ തടിയൻമോൾ മലനിരകളിൽ ട്രക്കിങ്ങിനിടെ കാണാതായി 4-ാം ദിവസം സുരക്ഷിതയെ തിരിച്ചെത്തിയ ശരണ്യയുടെ അതിജീവനം സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാവുകയാണ്. അസാമാന്യ മനോധൈര്യത്തോടെ കാട്ടുമൃഗങ്ങൾക്കിടയിൽ 4 ദിവസം കഴിഞ്ഞ ശരണ്യെ അഭിനന്ദിക്കുമ്പോഴും ഈ സംഭവത്തിൽ നാം പാഠമാക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുമുണ്ട്. നമുക്ക് പരിചിതമായ സ്ഥലമായി കൊള്ളട്ടെ, അല്ലെങ്കിൽ നമുക്ക് ആത്മവിശ്വാസമുള്ള മേഖലയായിക്കൊള്ളട്ടെ, സ്വന്തം സുരക്ഷ നാം ഓരോരുത്തരും എത്രത്തോളം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഉദാഹരണം കൂടിയായി ഈ സംഭവം മാറുകയാണ്. മാത്രമല്ല, ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിലും പെൺകുട്ടികളും സ്ത്രീകളുമെല്ലാം അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണമെന്നും അവർ മലയും കുന്നും കാടും കയറേണ്ടവരല്ല എന്നുമൊക്കെ ക്ലാസ് എടുക്കുന്ന സൈബർ ഗുണ്ടകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പല പോസ്റ്റുകൾക്ക് കീഴിലും ഇത്തരം കമൻ്റ് ഇടുന്നതും അക്ഷരാർത്ഥത്തിൽ ഒരുപോലെ ഞെട്ടലും അല്ലെങ്കിൽ അമ്പരപ്പുമൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. ഏത് സാഹസികതയിലും ഒരു റിസ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ റിസ്ക് എലമെൻ്റ് ഉണ്ടാകും. അതിനെപ്പറ്റിയൊക്കെ പഠിച്ച് അതിൽ താല്പര്യത്തോടെ ശ്രദ്ധയോടെ മുന്നേറുക എന്നത് മാത്രമേ ആ മേഖലയിൽ ചെയ്യാൻ കഴിയൂ. ഇത്തരം അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ സാധ്യതകളെ എല്ലാ സപ്പോർട്ടോടു കൂടിയും പ്രോത്സാഹിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരം ചിന്തകളുള്ള ആളുകൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ അത്ഭുതമെന്നേ പറയാൻ കഴിയൂ. എന്തായാലും ഈ സംഭവത്തിൽ പല സംശയങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വീഴുന്നുണ്ട്. കാരണം ശരണ്യയെ പോലെ ശാരീരിക ക്ഷമതയുള്ള ഒരാൾക്ക് വഴി കണ്ടെത്താൻ ഇത്രയും ദിവസം വേണ്ടി വന്നതിനാലാണ് പലരും പല സംശയങ്ങളും ഉയർത്തുന്നത്. അത് സംശയിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി ചില പോസ്റ്റുകളുമൊക്കെ വരുന്നുണ്ട്. അതിനെപ്പറ്റി പറയാം. എന്തായാലും കർണാടക വനംവകുപ്പിന്റെ ഏകോപനമില്ലായ്മ കൊണ്ടാണോ തിരച്ചിൽ വൈകിയതെന്ന ചോദ്യം വരുന്നുണ്ട്. അഗസ്ത്യകൂടവും ചെമ്പ്ര പീക്കും കീഴടക്കിയ അനുഭവ സമ്പത്തുള്ള ശരണ്യയ്ക്ക് തടിയൻമോൾ മലനിരകൾ അത്ര വലിയ വെല്ലുവിളിയാകേണ്ടതില്ലെന്നാണ് വിദഗ്ധരുടെയും പക്ഷം. എന്തായാലും ശരണ്യയുടെ വിശദമായ പ്രതികരണം വന്നാൽ മാത്രമേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാവുകയുള്ളൂ. അത്തരത്തിലാണ് ചില നിരീക്ഷണങ്ങൾ. ഇതുപോലെ ഒരു പോസ്റ്റിനെ പറ്റി പറയുകയാണ്. അതായത് ഈ ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട്, അതായത് ട്രക്കിങ്ങും അതുപോലെ സാഹസിക യാത്രയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മുൻ പരിചയമുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ പല കുറിപ്പുകളും പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊരു കുറിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശരണ്യ സുരക്ഷിതയായിരിക്കുന്നു, സന്തോഷകാര്യം. ഇതാണ് തടിയൻമോൾ എന്ന പീക്ക്. 24 ഒക്ടോബറിൽ പോയതാണ് അവസാനം. അവിടെ വഴി തെറ്റാനുള്ള കാരണം എന്തെന്ന് ഇപ്പോഴും മനസ്സിലായില്ല. എങ്കിലും ഇത്രയും മൃഗങ്ങളുള്ള ഇടത്ത് 4 ദിവസം കാട്ടിൽ അവർ കഴിഞ്ഞു എന്നത് അമ്പരപ്പിക്കുന്ന കാര്യമാണ്. വിശ്വസിക്കാൻ ഒരല്പം പ്രയാസവുമുണ്ട്. പുൽമേടിലെത്തിയാൽ അവരെ അന്വേഷിക്കുന്നവരെ കാണാൻ അത്ര പ്രയാസമുള്ളതല്ല. ഒരു രാത്രി കാട്ടിൽ കുടുങ്ങുന്നത് മനസ്സിലാക്കാം. എങ്ങോട്ട് നടന്നാലും 10-12 കിലോമീറ്റർ നടന്നാൽ പുറത്തു കടക്കാൻ പറ്റുന്നത്രയേ ഉള്ളൂ അവിടം. എന്താണ് സംഭവിച്ചതെന്ന് ശരണ്യ പറയുന്നവരെ കാത്തിരിക്കാമെന്ന സയൻസ് റൈറ്ററും സാഹസിക യാത്രികനുമൊക്കെയായ വിജയകുമാർ ബ്ലാത്തൂരിന്റെ അടക്കം പല പോസ്റ്റുകളും ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നുണ്ട്. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള 3ാമത്തെ കൊടുമുടിയാണ് പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1748 അടി ഉയരത്തിലുള്ള തടിയൻമോൾ. കുടകിന്റെ എല്ലാ ഭാഗങ്ങളും കേരള അതിർത്തിയും മറ്റും ഭംഗിയോടെ കാണാനാകുന്ന മലനിരയാണിത്. ഇവിടെയാണ് ശരണ്യ കുടുങ്ങിയത്. എന്തായാലും കുടകിലെ തടിയൻമോൾ മലനിരകളിൽ ട്രക്കിങ്ങിനിടെ കാണാതായി 4-ാം ദിവസം സുരക്ഷിതയെ തിരിച്ചെത്തിയ ശരണ്യയുടെ അതിജീവനം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലും പോലും വലിയ ചർച്ചയാവുകയാണ്. എന്തായാലും അപകടങ്ങൾക്കിടയിലും പത്രാത്ത ശരണ്യയുടെ നിശ്ചയദാർഢ്യം വലിയ ആശ്വാസമാണ് നൽകുന്നതെങ്കിലും ട്രക്കിംഗ് പാതയിലെ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും വഴിതെറ്റിയതിലെ അവ്യക്തതകളെക്കുറിച്ചുമുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിലും തുടരാനാണ് സാധ്യത. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.